64ാമത് സംസ്ഥാനതല സ്കൂൾ കലോത്സവം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിതാ 3-ാം ദിനമാണ്. നല്ല ചൂടുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് മത്സരാർത്ഥികൾക്ക് പുറമെ തൃശ്ശൂർക്കാരും ഒരു പൂരം പോലെ തന്നെ ഈ കലാപൂരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ മത്സര വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ കൂടെയുള്ളത് കേരള നടനം മത്സരം കഴിഞ്ഞ് വന്ന ഒരു മത്സരാർത്ഥിയാണ്. നിവേദ എന്നാണ് പേര്. നിവേദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അതായത് നിവേദിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത്രയും കാലം, അതായത് 10ാം ക്ലാസ് വരെ ബഹറിനിലായിരുന്നു. ഇപ്പൊ +1 നാട്ടിൽ വന്നത്. ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്റ്റേറ്റ് ലെവലിലെത്തി. അത് ഒന്നല്ല 2 മത്സരങ്ങൾക്കാണ്. ഏതൊക്കെ മത്സരങ്ങൾ പറയോ? കേരള നടനും നാടോടി നൃത്തവും 2 ഐറ്റംസിൽ പങ്കെടുത്തു. 2നും നമ്മൾ സ്റ്റേറ്റ് ലെവലിൽ എത്തി അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കലോത്സവം കാണുന്നത്. ഇതുവരെ കലോത്സവം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇങ്ങനെ ടിവിയിലൊക്കെ കാണാറുണ്ടോ? നാട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു പരിപാടി നടക്കുന്ന കാര്യമൊക്കെ അറിയോ? അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇല്ല അല്ലെ? അപ്പൊ ഈ നാട്ടിൽ വരുന്നതിന് മുൻപ് ബഹ്റിനിലായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്റ്റേറ്റ് സിലബസിൽ വരാൻ പോവാണ് എന്നറിയുമ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ കലോത്സവത്തിൽ പങ്കെടുക്കണം, ഇതെങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവിടെ മാഷ്മാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ മാഷ്മാര് പറഞ്ഞു അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്റ്റേറ്റ് കലോത്സവത്തിൽ പോവാൻ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് എത്തിയതാണ് ഇവിടെ. ആ ഒരു ട്രൈ തന്നെ നമ്മളിങ്ങനെ ഇത്രയും സ്റ്റേറ്റ് ലെവൽ വരെ എത്താൻ പറ്റി എന്ന് പറയുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം കടുത്ത മത്സരമാണ്. കേരള നടനമാണെങ്കിലും അതെ, നാടോടി നൃത്തമാണെങ്കിലും അതെ, ഭയങ്കര മത്സരമുള്ള, അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ ഐറ്റംസിലും നമ്മൾ 250 ഇനങ്ങൾ ഉള്ള മത്സരമാണല്ലോ സ്റ്റേറ്റ് കലോത്സവം എന്ന് പറയുന്നത്. എല്ലാറ്റിലും കടുത്ത മത്സരം തന്നെയാണ്. എങ്കിലും നമ്മൾ ക്ലാസിക്കൽ ഐറ്റംസ്, ഡാൻസ് ഐറ്റംസ് പറയുകയാണെങ്കിൽ നല്ല മത്സരമാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ 2 ഐറ്റംസിനാണ് സ്റ്റേറ്റ് ലെവലിൽ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സ്കൂൾ എറണാകുളത്ത്. ഏത് സ്കൂളിലാണ്? ആൽവേസ് സെറ്റിൽമെന്റ് സ്കൂൾ. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരികയാണ്, ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഇത്രയും നാള് മറ്റ് മത്സരങ്ങളിൽ, ബഹ്റിനിലൊക്കെ മറ്റു ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. അവിടെയൊക്കെ എങ്ങനെയാണ് മത്സരങ്ങളുടെ ഒരു നേച്ചർ? അവിടെ മത്സരങ്ങൾ എന്ന് വെച്ചാൽ വെസ്റ്റേൺ സിനിമാറ്റിക് അങ്ങനത്തെ സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ ക്ലാസിക്കൽ ഭരതനാട്യം, കുച്ചിപ്പുടി, അതൊക്കെ ഉണ്ട്. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്തിരുന്നത് വെസ്റ്റേൺ സിനിമാറ്റിക് ഭരതനാട്യം ഫോക്ക് മാത്രമാണ്. കേരള നടനാണ് ഈ വർഷം ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട്. അപ്പോ അവിടുത്തെ മത്സരവും ഇവിടുത്തെ മത്സരവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴേ എങ്ങനെയാണ് അതിന്റെ ഒരു ഡിഫറൻസ് തോന്നുന്നത്? ഇവിടെ ആവുമ്പോൾ നമ്മൾക്ക് ആൾക്കാരിനെ കാണാം. അപ്പൊ നമ്മളുടെ ഫിയർ എന്തെങ്കിലും, സ്റ്റേജ് ഫിയർ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ പ്രോപ്പറായിട്ട്. അവിടെ അങ്ങനെയല്ല. അവിടെ ഒരു ഹാളിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെയാണ്. അപ്പൊ നമ്മൾക്ക് ആരിനും കാണാത്ത ആരിനും പെട്ടെന്ന് നമ്മൾക്ക് അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നും തോന്നില്ല. ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അത് ഫേസ് ചെയ്യാൻ ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. അങ്ങനെയുള്ള സ്റ്റേജ് ഫിയർ നമുക്ക് മനസ്സിലാക്കാനും അത് ഓവർകം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യല്ലേ ഇത്തരം വേദികളൊക്കെ? അതെ. അപ്പൊ എന്തായാലും ഇവിടത്തെ കലോത്സവം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി എന്തായാലും +2 വരുമ്പോ വീണ്ടും വരുമല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മള് ഗുരുക്കന്മാർ ആരൊക്കെയാണെന്നും കൂടെ പറയോ നിവേദിന്റെ? ഞാൻ അവിടെ പഠിച്ചപ്പോ എനിക്കൊരു പ്രേമൻ മാഷ് എന്ന് പറഞ്ഞൊരു മാഷാണ് നാടോടി നൃത്തം പഠിപ്പിച്ചത്. പിന്നെ ശ്രീനേഷ് മാഷാണ് എനിക്ക് ക്ലാസിക്കൽ പഠിപ്പിച്ചത്. ഇവിടെ വന്നപ്പോ സൂരജ് നായർ എന്ന് പറഞ്ഞൊരു മാഷാണ് ഈ രണ്ടും പഠിപ്പിച്ചത്. ഇനി നമ്മള് കലോത്സവത്തിന് ഇപ്പൊ പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും വന്നതല്ലേ? അവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ്. നിങ്ങൾ എല്ലാവരും മറ്റ് മത്സരങ്ങളൊക്കെ കാണാനൊക്കെ പോയോ? കണ്ടായിരുന്നു. ഏതൊക്കെ ഐറ്റംസ് കാണാൻ പോയി? ഇന്നലെ ഗേൾസിന്റെ HSS നാടോടി നൃത്തം കണ്ടു. പിന്നെ ഇന്ന് കുച്ചിപ്പുടിയും കണ്ടു. ഇനി നിവേദിന്റെ അടുത്ത ഐറ്റം നാടോടി നൃത്തം, അത് എന്നാണ് വരുന്നത്? 18ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. അതുവരെ ഇവിടെ ഉണ്ടാവും. അപ്പൊ എല്ലാം നടന്ന് കാണാം അല്ലേ? അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഈ കലോത്സവം എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന നിവേദിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. മത്സരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. റിസൾട്ട് നല്ല റിസൾട്ട് ആവട്ടെ, A ഗ്രേഡ് തന്നെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും നല്ല നല്ല കുറെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടട്ടെ. ഇനി അടുത്ത വർഷമുണ്ട്. അപ്പൊ കലോത്സവം എന്നും നല്ലൊരു ഓർമ്മയാണല്ലോ എല്ലാവർക്കും. നിവേദനം നല്ലൊരു ഓർമ്മയായിട്ടുണ്ടാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.